ഭയന്നല്ലേ? ഭയന്നു. ഇപ്പൊ മാത്രല്ല, ഭയാന്നറിയേ. എന്താ? വേണ്ട മനു, നമ്മുടെ പോക്ക് ശരിയല്ല. ഇപ്പോ ഇവിടെ വെച്ച് നിർത്തല്ല. പറയാൻ എളുപ്പമുള്ള ചിലതൊക്കെ ഉണ്ട്. ചിങ്ങമാസത്തിൽ വീശുന്ന തെക്കൻ കാറ്റിനോട് അരുത്, വേണ്ട, നിർത്തുക എന്നൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ. പക്ഷെ നിൽക്കുമോ അത്? എങ്കി അങ്ങനെയല്ല ഈ കാര്യം. പടർന്നു കയറി വേരുറക്കി മുമ്പേ നുള്ളിക്കളയ. ഞാൻ ഇവിടെ വരരുതായിരുന്നു, മനുവിനെ കാണരുതായിരുന്നു. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? സൂര്യൻ കിഴക്ക് അസ്തമിച്ചോ? മനു മനസ്സിലാക്കാത്ത എന്താ? ഈ കോലത്ത് നിലനിന്നിരുന്ന നിയമങ്ങള്, അനുഷ്ഠാനങ്ങള് എല്ലാം നേൽരൂപങ്ങളായിട്ട് ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അത് മറികടന്നുണ്ടെന്ന് മനസ്സ് പറയണു. അത് ഗായത്രിയുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. എന്തും എല്ലാം മറികടക്കുമ്പോഴാണ് ത്രില്ല് ഉണ്ടാവുക. ഈ സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അയ്യോ, എനിക്ക് മനസ്സിലാവും. ഈ കോലത്ത് പച്ചക്കുളവും പാലക്കാമരവും പൂനിലാവിൽ തിളങ്ങുന്ന കൽവിളക്കും വർഷങ്ങളായിട്ട് മണം പരത്താത്ത ചന്ദനമരവും എല്ലാം ഒരു ചരടി കെട്ടിയിരിക്കുന്ന പോലെ ചില നിബന്ധനകൾക്കുള്ളില്ല. അതുപോലെ തന്നെ ഞാനും മനു. എങ്കി ഞാൻ കാണുന്നത് നേരെ മറിച്ച. ഈ പറഞ്ഞതെല്ലാം വിധി നിരത്തി വെച്ച പോലെ വർഷങ്ങളായിട്ട് എന്തോ ഒന്നിനു വേണ്ടി കാത്തു നിൽക്കുക. അല്ലെങ്കിൽ വിധി എന്ന് വിളിക്കുന്ന എന്തോ ഒന്നിന്റെ കളിയാ. അത് ആർക്കും തടുത്തു നിർത്താനാവില്ല, ആഗ്രഹിച്ചാൽ പോലും. പറഞ്ഞു മനസ്സിലാവാത്തടത്ത് ഞാൻ നിൽക്കില്ല. നോക്ക്, ഗായത്രി ഇപ്പൊ പറഞ്ഞു തീർത്തതിന്റെ നിമിത്തം ഒറ്റ മയിൽപ്പീലുകൾക്കിടയിലൂടെ കന്യകയെ കൈപിടിച്ച് നടത്തിയ ഗന്ധർവന്റെ നിമിത്ത അല്ലാന്ന് പറയാവോ? ഒന്നര വർഷം മുമ്പ് കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് കിട്ടിയതാ. എന്തോ ഒരു പ്രത്യേകത തോന്നി എനിക്ക്. ആരോടും പറഞ്ഞില്ല. ഇവിടെ ഈ ചിത്രകൂടത്തിൽ ഒളിച്ചു വെച്ചു. എന്തിനാ ഇത് ഇത്രയും നാൾ ഇവിടെ? അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അറിയാം. പൊട്ടിച്ചെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു ഇല്ലേ? എനിക്ക് ഭയാ മനസ്സില്. കോലത്തെ ആരെങ്കിലും അറിഞ്ഞാ ഉണ്ണിയുടെ കൈവിരലുകളും
എന്റെ കാൽപാദങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചൂടെ ഈ കോലോ തല്ലിയിലും? അയ്യോ, ഇതെങ്ങനെ പറ്റി? അധികം പൊള്ളിയോ? വൈദ്യരെ വിളിക്കാൻ ആളെ വിട്ടോ? വൈദ്യർക്ക് ആള് പോയി, കുറച്ച് വെള്ളം എടുത്തിട്ട് വരിക. ഇളനീരിന്റെ വേഗം കൊണ്ടുവരിക. വെല്ലത്താലേ ഒന്നുമില്ല. സംഭവിക്കില്ല. ഇങ്ങനെ ബഹളം വെക്കാതെ ഞാൻ കസേരയിലേക്ക് കിടത്താലോ? വേണ്ട വേണ്ട, കസേര കിടത്താതിരിക്കേ ഭേദം. ഇങ്ങോട്ട് കിടത്തു. ആ, മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലേക്ക് കിടത്താം. ആ, പതുക്കെ പതുക്കെ പതുക്കെ. ദേവി, നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്ത് പറ്റി? അരുതാത്തത് എന്തോ നടന്നിരിക്കണു. ശാപസന്ധ്യ തന്നെ. വല്യത്ത, എന്താ വല്യത്ത ഇങ്ങനെയൊക്കെ? കോലത്ത് മകം വന്ന് കേറിയ ശാപക്കൂട്ട? നീ ഒരിക്കൽ ശാപക്കൂട്ടാവില്ല, ഞാൻ സമ്മതിക്കില്ല. അതിനല്ലേ വല്യത്താൻ ഇതൊക്കെ പാടുപെട്ട് സഹിക്കണേ. ഭവാനി, ಏನ್ ಶೇಖರ ಇದ್ದ ಬಾರಿ ಟೈಮಿಲ್ಲ. പ്രേതാത്മാവോ കുഞ്ഞുണ്ണി? എനിക്ക് ഭയം വരുന്നു. എനിക്ക് ഭയമില്ല.
എന്റെ വിധമാറും പറഞ്ഞേക്കാം. ഇതിലാരും എന്റെ മോതിരം എടുത്തത്? ഏത് മോതിരം? നിങ്ങളൊക്കെ തന്നെ എടുത്തത്. അതുകൊണ്ടാ കള്ളത്തരം പറയണേ. എന്താ കുട്ടി ഇങ്ങനെ? ഗായത്രി, നിർത്തണുണ്ടോ നീ? മോതിരം കാണാനില്ല അച്ഛ, തിരക്കല്ലേ വേണ്ടത്? വെറുതെ ഒച്ചയുണ്ടാക്കി വലിയ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ദേഷ്യം വന്ന് എന്ത് ചെയ്യും? എന്നെ എന്ത് ചെയ്യുമെന്ന് കടച്ചു തിന്നുവോ? ഗായത്രി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരെ എടുത്തതെന്ന് എനിക്കറിയണ്ട, പക്ഷെ എന്റെ മോതിരം എനിക്ക് വേണം. അതില്ലാതെ കാണിച്ചു തരും ഞാൻ. മോതിരം ആരെ അടുത്ത വെച്ചാൽ തിരിച്ചു തരും. അത് സൗമ്യമായിട്ട് ചോദിക്കാലോ. താൻ വെറുതെ റെക്ലെസ് ആയിട്ട്. അതാ എന്റെ സ്വഭാവം. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ വളരെ പൊസസീവാ. മനുവിന് എന്നെ അറിയില്ല. അറിയാതെ അടുത്തോണ്ട് ആക്കം കൂടുതല്. അതൊരു കാഴ്ചപ്പാട്. പക്ഷെ അറിയാതിരുന്നാൽ അത് വേറെ ആവേശമായി പോകും മനുവിന്റെ. എന്റെ 3-ാം വയസ്സിലാ എന്റെ അച്ഛനും അമ്മയും വഴക്കിട്ട് പിരിഞ്ഞത്. അന്ന് തുടങ്ങി ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഭയം. ഇൻസെക്യൂരിറ്റി ആവോ, ദുരന്തോ അപകടോ എന്തോ സംഭവിക്കുന്നൊരു തോന്നല്. കൊച്ചിനെ തൊട്ട് മാറി മാറി ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴും ഈ ഭയം മാത്രമായിരുന്നു കൂട്ടിന്. പിന്നെ പിന്നെ ഉറക്കം പോലും ഭയപ്പാട്ട് ഒരു കൂട്ടായി മാറാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കുമായിരുന്നു എല്ലാം ഇട്ടെറിഞ്ഞ് കോലത്ത് അഭയം തരണമെന്ന്. ഇവിടെ വന്നപ്പോ ഞാൻ എന്നെ തന്നെ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണ പോലെ സ്വപ്നങ്ങളും മയിൽപ്പിലിക്കാവും പൂജയൊക്കെ കൂടി ഞാൻ മറ്റാരായി മാറണ പോലെ. ഏയ് ഗായത്രി, എന്താ ഇത്? തനിക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം. കുറെ നാളായി ചുമന്ന് നടന്ന ഭയത്തിന് മാറാപ്പിന്ന് തനിക്കൊരു ചെപ്പ് കിട്ടി. പ്രേമം. അത് ഗായത്രിക്ക് അറിയാം. ഉള്ളിൽ ഗോപുരം കെട്ടിയിട്ട് തുറന്നു പറയാനൊരു മടി, പുറത്ത് കാണിക്കാനൊരു ചമ്മൽ. അല്ലെങ്കിൽ ഞാൻ തന്ന മോതിരത്തിന് ഇത്രയ്ക്ക് മതിപ്പ് തീർക്കില്ലല്ലോ. അതല്ല മനു, മോതിരം പെട്ടെന്ന് കാണാണ്ടായപ്പോ മുതല് മയങ്ങിക്കിടന്ന സർപ്പങ്ങളെല്ലാം മടങ്ങി എത്തിയിരിക്കണം. എന്തോ സംഭവിക്കാൻ പോണോന്ന് എനിക്ക് ആരും ഇല്ലാത്ത പോലെ. ഗായത്രി, നോക്കി, ഒന്നും സംഭവിക്കില്ല. ഞാനില്ലേ പറയണേ. എവിടെ ആയിരുന്നു? ചോദ്യം കേട്ടില്ലെന്നുണ്ടോ? 60 വർഷം മുമ്പ് ഇവിടെ എന്താ നടന്നെന്ന് അറിയോ കുട്ടിക്ക്? ഇതുപോലെ ചിരിയും കളിയും എടുത്തിയാട്ടോ ആയിട്ട് കോലോത്തെ കുട്ടിക്ക് ദേഹാന്തായി. ദേഹാന്തം. അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും. പേറ്റുന്നോ ഇവിടുത്തെ അമ്മ എവിടെ? നേരെ ചൊല്ലിത്തരാൻ. സ്വൽപ്പടിക്ക് നിർത്താൻ അച്ഛനെവിടെ? അതുകൊണ്ട് ഞാൻ പറയണോ, ഇനി അവനെ കാണരുത്. കാണരുതെന്ന് വെച്ചാ കാണരുത്. അതന്നെ. ഇന്ന ആളെ കാണരുതെന്നും ഇന്ന ആളെ കാണണമെന്നും തീരുമാനിക്കുന്ന ഞാനാ. ഒക്കത്തിരിക്കുന്ന ഉണ്ണിയൊന്നുമല്ല ഞാൻ. ഗായത്രി, നീ ആന്റി എന്തിനാ കയറണേ? കേറി പോകാത്ത ഞാൻ പറയണത് ആ കോലത്ത് നിയമം. എങ്കിൽ നിയമങ്ങൾ എനിക്ക് വിശദമായിട്ട് അറിയണം. എന്റെ നിയമങ്ങളായിട്ട് ചേരുവോ ഇല്ലേ? നിന്റെ നിയമങ്ങളോ? ആ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഇഷ്ടമുള്ളവരെ കാണും. ഇല്ലാച്ചാ പിടിച്ചോണ്ട് പോകാ ഈ അശ്രീകരത്തിനെ. ഇനി പുറത്തേക്ക് വിടണ്ട. തന്ത്രിപ്പാട് കാണുന്നില്ലേ 4-ാം വിരാജിതത്തിന്റെ കോള്? പ്രതീക്ഷിച്ച പോലെ തന്നെയല്ലേ? ആവാഹിക്കേണ്ടി വരുമോന്നാ ഭയപ്പെടണേ? ഒന്നും വേണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. പൂജ മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല.